പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ വേറൊരു തരത്തിലുള്ള കൂണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതും കഴിക്കാൻ വേണ്ടി നല്ലതാണ്. ഇത് വളരെ അപൂർവമായിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ വലിപ്പം തീരെ കുറവാണ്. ഇതിൻ്റെ കണ്ടോ, കൂർത്ത തലകളായിരിക്കും. നമ്മൾക്ക് ഇതിനു മുമ്പ് വീഡിയോസിൽ ഇതേ രീതിയിൽ ചെതലപ്പുറ്റിൽ ഉണ്ടാകുന്ന കൂണുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് വളരെ ചെറുതാണ്. ഇതും പെരുങ്കൂണ് തന്നെയാണ്, ചെതലപ്പുറ്റിലുണ്ടാകുന്ന കൂണ് തന്നെയാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതും കഴിക്കാൻ കൊള്ളാവുന്നതാണ്. കഴിക്കാൻ കൊള്ളാവുന്ന കൂണുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കളർ മാറ്റമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം പറിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഇതുണ്ടോ, അടിവശം നല്ല വെളുത്തതാണ്, കാലൊക്കെ വെളുത്തതാണ്. സ്മെല്ലും സാധാരണ കൂണിൻ്റെ അതേ സ്മെല്ലാണ്. ഇതുണ്ടോ, ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. വളരെ കുറച്ച് കാണത്തുള്ളൂ. ഇത് ക്വാണ്ടിറ്റി തീരെ കുറവാണ് ഈ കാണുന്ന സംഭവങ്ങൾ. ഇതുണ്ടോ, ഇതിന് 2-3 ദിവസം ഇങ്ങനെ മുളയ്ക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ആയതൊക്കെ അങ്ങ് പറിച്ചുകൊണ്ട് പോകാം. ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടാലും നിങ്ങൾ വിടണ്ട. ഇത് നല്ല സാധനമാണ്, കഴിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതിന് നല്ല മണമുണ്ട് മറ്റേ കൂണിനേക്കാളും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ വേറൊരു വീഡിയോ നോക്കുക. അതും ഇതേപോലെ തന്നെ ഇതിനും നല്ലതാണത്. ഇത് വെറും 10 ഗ്രാമോ 20 ഗ്രാമോ അങ്ങാണ്ടേ ഉള്ളൂ. ഇത് വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ചെറുതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഉള്ള കൂണുകൾ വളരെ വലുതായിരിക്കും. അത് നമുക്കെന്തായാലും ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. ഞാൻ കൂണെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരിക്കൂണല്ല. അരിക്കൂണ് വളരെ ചെറുതായിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ വലിപ്പം ഇത്രയുണ്ട്. ആകെപ്പാട് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും കണ്ടാലും നിങ്ങൾ കളയണ്ട. ആദ്യം പറഞ്ഞ പോലെ ഇത് കഴിക്കാൻ നല്ല സാധനമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലെങ്തായിട്ട് കാല് ഹോളോ ആയിട്ടല്ല. ഇതിൻ്റെ നോക്കണം, ഇതിൻ്റെ സെൻറ്ററിൽ ഹോളോ ആണെങ്കിൽ, ഇങ്ങനെ തുളയുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കൂണുകൾ. ഇത് നല്ല സോളിഡായിട്ടുള്ള സ്റ്റെമ്പാണ് ഇതിൻ്റെ. പിന്നെ കളറോ പൊടിയോ ഒന്നും വരുന്നില്ല ഇതിന്. നമുക്കിത് കഴിക്കാവുന്നതാണ്. ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടെ ഇനി ഒരു 2-3 എണ്ണം കൂടി, അല്ല ഒരു 5-6 എണ്ണം ഉണ്ട്. മുളച്ച് വരുന്നതേ ഉള്ളൂ. അത് നമുക്ക് പിന്നീട് പറിക്കാം. ഇത് വളരെ ചെറുതാണിത്.